കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും പക്ഷെ അത് ഷവർമ്മയായിരുന്നു. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ഷവർമ്മ എന്ന പേര്. ഈ ആക്രമണം മൂത്ത് കൊണ്ടാകാൻ ഇത് പോയി തിന്ന് ചാടുന്നവരുടെ പേര് ഹിന്ദു എന്നാണ്. ഷവർമ്മ കഴിക്കുന്നവർ ഹിന്ദുക്കളാണ്, അത് കഴിച്ച് മരിക്കുന്നത് ഹിന്ദുക്കളാണ്. കാരണം ഷവർമ്മ അറേബ്യൻ ഫുഡാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇത്തരം വിവരദോഷികളെ കേൾക്കുന്ന സുഹൃത്തുക്കളോടാണ്, കേരളത്തിലെ മാത്രം ഹിന്ദുവോ മുസ്ലിമോ ഏത് ജാതി മതക്കാരനാകട്ടെ ഏകദേശം 3 മില്യണിലധികം ആളുകൾ GCC കൺട്രികളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ അറേബ്യൻ ഭക്ഷണം കഴിച്ചവരും കഴിക്കുന്നവരും പാചകം ചെയ്യുന്നവരുമാണ്. കേരളത്തിൽ അറക്കപ്പെടുന്ന മൃഗങ്ങളെ മുസ്ലിമീങ്ങളെ തലയിലേക്ക് വെച്ച് കെട്ടുക കൂടിയാണ് ഈ സംഘി ചെയ്തത്. അങ്ങനെയെങ്കിൽ ചില കണക്കുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് വേൾഡ് ബീഫ് ട്രേഡ് സൈറ്റിൽ നിന്നുള്ള വിശദാംശങ്ങളാണ്. 200ഓളം രാജ്യങ്ങൾ ഉണ്ടായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ്. വേൾഡ് ബീഫ് എക്സ്പോർട്ടിന്റെ 12% ഇന്ത്യയിൽ നിന്നാണെന്നതാണ് സത്യം. ഞെട്ടാൻ വരട്ടെ, ആരാണ് ഈ ബീഫ് എക്സ്പോർട്ടേഴ്സ്? ഏറ്റവും മുന്നിലുള്ളത് അൽ കബീർ എക്സ്പോർട്ടിംഗ് ആണ്. കമ്പനി പേര് കേട്ട് ഞെട്ടേണ്ട. ഇതിന്റെ പ്രധാന ഷെയർ ഉടമയുടെ പേര് സതീഷ് അഗർവാൾ എന്നാണ്. ഓരോ മാസവും 4500 ടൺ അഥവാ 45 ലക്ഷം കിലോ ഇറച്ചിയാണ് ഇവർ മാത്രം എക്സ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത കമ്പനി അല്ലൂർ എക്സ്പോർട്ടേഴ്സ് ആണ്. ഉടമയുടെ പേര് സുനിൽ സൂദ്. BJP നേതാവും ഗോവധ നിരോധ പ്രചാരകനുമായ സംഗീത് സോമിന്റെ അൽഖുവ കമ്പനി, സുനിൽ കപൂറിന്റെ അറേബ്യൻ എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങി പറയാനിരുന്നാൽ ഈ നിര ഇങ്ങനെ നീളും. ഇതിൽ പ്രമുഖ സ്ഥാനങ്ങളിൽ ഒന്നിലും ഒരു മുസൽമാന്റെ പേര് കാണാൻ സാധിക്കില്ലെന്നതാണ് സത്യം. ഇനി പറയുന്നത് നിഷ്പക്ഷമതികളായ മതേതര സുഹൃത്തുക്കളോടാണ്. ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞു പോലും വർഗീയത വിളമ്പി ഭൂമിക്ക് ഭാരമായി കഴിയുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് ഇവിടെ. അവരുടെ കള്ളങ്ങളിലും ആരോപണങ്ങളിലും വീണ് നമ്മുടെ ശാന്തിയും സമാധാനവും ഇല്ലാതാക്കരുത്.